ഹലോ മക്കളെ, നവംബർ മാസം കഴിഞ്ഞിട്ടുണ്ട്, ഡിസംബർ മാസം നമ്മളോട് എത്തിയിട്ടുണ്ട്. വിച്ച് മീൻസ് ക്രിസ്മസിന്റെ മാസം അല്ലെ, സെലിബ്രേഷന്റെ മാസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസംബർ മാസം എന്ന് പറയുന്നത് അല്ലെ. ആ ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഒപ്പം എന്തും കൂടി വരുന്നുണ്ട്, നമ്മുടെ ക്രിസ്മസ് എക്സാമും കൂടി വരുന്നുണ്ട്. നോക്കിയാൽ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ക്രിസ്മസ് എക്സാമിലെ. ഇനി ഒന്നും നോക്കാനില്ല, നമ്മൾ എങ്ങോട്ട് പോവാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ അപ്പിയർ ചെയ്യാൻ പോകുന്ന 11th സ്റ്റാൻഡേർഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാം ആയിട്ടുള്ള ക്രിസ്മസ് എക്സാമിലേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിന്ന്, ആ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ടോപ്പിക്സ് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഈ ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് എന്തായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പറയുന്ന ബിസിനസ്, ട്രേഡ്, കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് 11th സ്റ്റാൻഡേർഡ് തുടങ്ങിയപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങിയത് ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ ആ ചാപ്റ്ററിൽ നിന്നാണ്. ആ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇവിടെയാണ് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി എന്ന് വരുന്നത്. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക, വിത്ത് എ ഡയഗ്രാം കൂടി പഠിച്ചു വെച്ചേക്കുക. ഫംഗ്ഷൻ ഓഫ് കൊമേഴ്സ്, അതേപോലെ തന്നെ എയ്ഡ്സ് ടു ട്രേഡ്, ബിസിനസ് റിസ്ക് അല്ലേ. ഇതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഫംഗ്ഷൻ ഓഫ് കൊമേഴ്സും എയ്ഡ്സ് ടു ട്രേഡും ഒക്കെ എന്താണ്, ഓൾമോസ്റ്റ് സെയിം പോയിന്റ്സ് തന്നെയാണ് അല്ലേ. നമ്മുടെ ക്ലാസ് കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അത്രയും എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കൊമേഴ്സിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ട്രേഡിനെ സഹായിക്കുന്ന കാര്യങ്ങളും കൂടെ ബിസിനസ്സിൻ്റെ റിസ്ക്, ബിസിനസ്സിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതാണ് ബിസിനസ്സിലുള്ള റിസ്കിലെ. ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ എന്തായിരിക്കണം, ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ 11th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് സ്റ്റഡീസിൽ നിന്ന് ഈ ടോപ്പിക്സ് എല്ലാം നിങ്ങൾ എന്താക്കിയിരിക്കണം, പക്ക ആക്കി വെക്കണം. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. ഒരു വലിയ ചാപ്റ്ററാണ്, ഒരുപാട് ബിസിനസ് ഫോംസിനെ പറയുന്നതാണ് അല്ലേ. എല്ലാ ഫോംസിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം എന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഈ 5 എണ്ണത്തിൽ ഞാൻ പറയുന്നു, ഏറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ്. പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത് ജോയിൻറ്റ് സ്റ്റോക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. മൂന്നാമത് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ 4, 5. ഓക്കെ, ഈ 4ഉം 5ഉം അതിൻ്റെ മുന്നേ 1, 2, 3 ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ടിരിക്കണം. സോൾ പ്രൊപ്രൈറ്ററും പാർട്ട്ണർഷിപ്പും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. എന്തായാലും സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ, 100% ഷുവർ ഈ 3 എണ്ണം എന്തായാലും ചോദിക്കും. അതിനുശേഷം ബാക്കിയുള്ളതിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഈ 3 ടോപ്പിക്സ് ഏതൊക്കെയാണ്, പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, കൂടെ ആരും സോൾ പ്രൊപ്രൈറ്ററുള്ള ഈ 3 ഫോംസ് കൃത്യമാക്കിയിരിക്കണം. ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം, മെറിറ്റ് അറിഞ്ഞിരിക്കണം, ഡിമെറിറ്റ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി പിന്നെ ലാസ്റ്റ് വരുന്ന ചോയ്സ് എന്നുള്ളതുണ്ട്. അതിന് മുന്നേ എന്തായാലും ഈ ടോപ്പിക്സ് കൃത്യമായിട്ട് വെച്ചേക്കുക. ഇതാണ് സെക്കൻഡ് ചാപ്റ്റർ, വലിയ ചാപ്റ്ററാണ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് മെറിറ്റ്സ് ഉണ്ട്, ഒരുപാട് ഡിമെറിറ്റ്സ് ഉണ്ട്. കൺഫ്യൂസ്ഡ് ആവരുത്, ഒന്ന് കൃത്യമായിട്ട് പഠിച്ചാൽ, നമ്മുടെ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഓരോ നമ്മളെ കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്, ലയബിലിറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ട് എല്ലാത്തിനും സെയിം പോയിന്റ് ആണ്. ജസ്റ്റ് ഒന്ന് ആ ബിസിനസ്സിന് ഫോം ആലോചിച്ചാൽ മാത്രം മതി. ഗോയിങ് ടു ദ തേർഡ് ചാപ്റ്റർ, പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു കൊച്ചു ചാപ്റ്റർ. ഈ പറഞ്ഞ പബ്ലിക് എന്റർപ്രൈസിൽ പറയപ്പെടുന്ന 3 അണ്ടർടേക്കിങ്സ്, പബ്ലിക് കോർപ്പറേഷൻസ്, ഗവൺമെന്റ് കമ്പനീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗ് എന്ന് പറയുന്ന 3 ഫോംസിനെ കുറിച്ച് പഠിക്കുക. എഗെയിൻ ഫീച്ചേഴ്സ്, മെറിറ്റ്, ഡിമെറിറ്റ് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. നമ്മൾ ഒരു കണക്കിനും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. ആ 3 എണ്ണം കൃത്യമാക്കി വെക്കുക. ശേഷം എന്തും കൂടി പഠിച്ചു വെച്ചേക്കുക, ഗ്ലോബൽ എന്റർപ്രൈസും അതിൻ്റെ ഫീച്ചേഴ്സും എന്താണെന്ന് കൃത്യമായിട്ട് വെച്ചേക്കുക. അത്രയേ ഉള്ളൂ. ഗ്ലോബൽ എന്റർപ്രൈസിനെ കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ടോപ്പിക്കുമാണ്. ആൻഡ് ഐ ആം ടെല്ലിങ് ദാറ്റ് ഗ്ലോബൽ എൻ്റർപ്രൈസിനെ കുറിച്ചുള്ള ഒരു ചോദ്യം എനിക്ക് എന്തായാലും നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. ക്രിസ്മസ് എക്സാമിന് ഒരു ചോദ്യം എന്തായാലും ഈ പറയുന്ന ഗ്ലോബൽ എൻ്റർപ്രൈസസിനെ കുറിച്ചായിരിക്കും, എന്നിട്ട് ബാക്കി ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 4 കാര്യങ്ങളിൽ നിന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. ഈ 4 കാര്യങ്ങളാണെങ്കിൽ എളുപ്പത്തിലുള്ളതുമാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഗോയിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ വിച്ച് ഈസ് എ ബിസിനസ് സർവീസ്, അനദർ ബിഗർ ചാപ്റ്റർ. വീണ്ടും ഞാൻ പറയുന്നു, സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാപ്റ്റർ ആയിട്ട് വരുന്നത് ഏതായിരിക്കും, ബിസിനസ് സർവീസസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, ബിഗ്ഗസ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കറക്റ്റ് ഓർഡറിൽ പറയല്ല, വലിയ ചാപ്റ്ററുകൾ നോക്കുന്ന സമയത്ത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചാപ്റ്ററാണ് ബിസിനസ് സർവീസ് എന്ന് പറയുന്നത്. എഗെയിൻ ഞാനിവിടെ പറയുന്നു, ഇൻഷുറൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഇൻഷുറൻസും പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസും ഒരു ചോദ്യം 100% ഷുവർ. ബാങ്കിങ് എടുത്തോ, ഒരു ചോദ്യം. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നൊരു ചോദ്യം. ഈ 2 ഭാഗത്തും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് എന്തായാലും ചോദ്യം ഉണ്ടാവും. എന്നിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ യൂട്യൂബിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ടോ ധൈര്യമായിട്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇൻഷുറൻസ്, ബാങ്കിങ്, ഈ 2 കാര്യവും എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ശേഷം ഞാൻ പറയുന്നു, വെയർഹൗസ് പഠിക്കുക, 3ാമതായിട്ട് വെയർഹൗസ് പഠിക്കുക, 4 ട്രാൻസ്പോർട്ടേഷൻ പഠിക്കുക, 5 കമ്മ്യൂണിക്കേഷൻ പഠിക്കുക. ഈ ഒരു ഓർഡറിൽ പഠിക്കുക. ഇനി സ്പീഡിൽ പഠിക്കണം, ഇതല്ലെങ്കിൽ നിങ്ങൾ 3ാമത്തെ വരെ പഠിക്കുക. വെയർ ഹൗസും കൂടി ഈ ചാപ്റ്ററിന് എന്ത് ചെയ്തേക്കുക, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഈ 3 ടോപ്പിക്സ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ടോപ്പിക്സിനും എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യം വരുന്ന സമയത്ത് അവർ കൺസിഡർ ചെയ്യുന്നത് ഈ 3 ഭാഗത്തു നിന്നായിരിക്കും എന്നുള്ളത് ഷുവറാണ്. വർഷങ്ങളായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. ചെറിയ മാറ്റങ്ങൾ വരുത്തിയാലും ഇതിനുള്ളിൽ നിന്നുള്ള മാറ്റങ്ങളെ വരുള്ളൂ എന്ന് നമുക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർ ഹൗസ് എന്ന് പറയുന്ന 3 ഈ പറഞ്ഞ പോലെ ബിസിനസ് സർവീസിനെ കുറിച്ച് കൃത്യമാക്കി വെക്കുക. ഗോയിങ് ടു ദ എമർജിംഗ് മോഡ്, വെരി ഈസി ചാപ്റ്റർ.
ട്രഡീഷണൽ വേഴ്സസ് ഇ ബിസിനസ്, സ്കോപ്പ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഇ ട്രാൻസാക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ 3 ടോപ്പിക്കേ ചാപ്റ്ററിലുള്ളൂ. ഈ പറഞ്ഞ പോലെ കുറച്ച് മാർക്കിനാണെങ്കിലും മിസ് ഔട്ട് ചെയ്യേണ്ട, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയതാണ്. ഈ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്തോളൂ. അതേപോലെ തന്നെ ബെനിഫിറ്റ്സും ഒക്കെ ആയിട്ടുള്ള ചോദ്യങ്ങളെ വരുള്ളൂ. കൊച്ചു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ചെറിയൊരു ചാപ്റ്ററാണ് ഇത്, എമേർജിംഗ് മോഡ്. ഇതിന് മുന്നത്തതൊക്കെ വലുതായിരുന്നെങ്കിലും ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. ഗോയിങ് ടു സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് പഠിക്കുക. ഈ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഓണേഴ്സ്, അതേപോലെ തന്നെ എംപ്ലോയീസ്, ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഫസ്റ്റ് റാങ്ക് നമുക്ക് എന്തിനു കൊടുക്കാം? ഈ പോയിന്റിന് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തതായി ചോദിക്കുന്നത് എത്തിക്സിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. തേർഡ് വൺ ഗോസ് വിത്ത് പൊല്യൂഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ പൊല്യൂഷൻ്റെ ഭാഗമൊന്നും നമുക്ക് പഠിക്കന്നെ വേണ്ട. നമുക്ക് അറിയുന്ന നമ്മൾ 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ, എയർ പൊല്യൂഷനും അതേപോലെ തന്നെ വാട്ടർ പൊല്യൂഷനും നോയ്സ് പൊല്യൂഷനും സോയിൽ പൊല്യൂഷനും തന്നെയാണ് ഇവിടെയും പറയുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. ബിസിനസ് എത്തിക്സ് എന്താണെന്ന് പഠിക്കുക, എത്തിക്കൽ ബിസിനസ് എന്താണെന്ന് പഠിക്കുക, അൺഎത്തിക്കൽ ബിസിനസ് ഏതൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് വെക്കുക. പിന്നെ കൈൻഡ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പോയിന്റും കൂടി കൃത്യമായിട്ട് വെക്കുക. ഈ പറഞ്ഞ 3 പോയിന്റ്സ് ഈ പറഞ്ഞതുപോലെ ഇതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഭാഗം നിങ്ങൾ ക്ലിയർ ഔട്ട് ആണെന്ന് ഉറപ്പുവരുത്തുക. ദെൻ കമ്പനി ഫോർമേഷൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. പ്രൊമോഷൻ വിത്ത് പ്രൊമോട്ടറുടെ ഫംഗ്ഷനും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് വെച്ചേക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതിൻ്റെ കണ്ടൻസ് എന്തായാലും ചോദിക്കും. ഈ 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്തോളൂ. പ്രൊമോട്ടറുടെ ഫംഗ്ഷൻ എന്താണെന്നും ചോദിക്കും, അതുപോലെ തന്നെ കണ്ടൻസ് ഓഫ് MOA എന്താണെന്നും ചോദിക്കും കേട്ടോ. ഇൻകോർപ്പറേഷന് സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റലിൻ്റെ ഭാഗത്തും സെബിയുടെ കാര്യങ്ങളും സ്റ്റെപ്സും കാര്യങ്ങളും ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു സ്റ്റെപ്സ്. എന്നാലും ഞാൻ കൂടുതലും പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം മെമ്മോറാണ്ടം 2, 3 എന്നുള്ള റാങ്കിൽ നമ്മൾ എന്തിട്ട് ഇൻകോർപ്പറേഷൻ പിന്നെ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ഇൻകോർപ്പറേഷനും അതിൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റ്സും അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എന്നുള്ളൊരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 3 ഭാഗത്ത് നിന്ന് ഈ 4 എണ്ണത്തിൽ ഈ 3 എണ്ണത്തിന് എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ആൻഡ് ഗോയിങ് വിത്ത് ദ ലാസ്റ്റ് ചാപ്റ്റർ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഡിഫറെൻറ്റ് ഫിനാൻസസ് ഉണ്ട്. എഗെയിൻ ഞാൻ പറയുന്നു, റീറ്റെയിൻഡ് ഏർണിങ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് ചോദിച്ച് കാണാറുണ്ട്. രണ്ടാമത് ഫാക്ടറിങ്ങിനെ കുറിച്ചിട്ട് പ്രധാനമായിട്ട് ചോദിച്ച് കാണാറുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഷെയർ, ഡിബഞ്ചർ എന്നൊക്കെ പറയുന്ന ഈ ഭാഗത്ത് നിന്ന് 3ാമതായിട്ട് റാങ്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ അത് പഠിക്കേണ്ടതുണ്ട്. പിന്നെ പബ്ലിക് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ, ഇതൊക്കെ MCQയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഫാക്ടേഴ്സ് ഓഫ് ചോയ്സ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഏത് ഫണ്ട് ചൂസ് ചെയ്യും എന്നുള്ളത്. ദെൻ ഗോ ടു വിത്ത് ലീസ് ഫിനാൻസിങ്, ട്രേഡ് ക്രെഡിറ്റ് എന്നൊക്കെ രീതിയിലും ആ ക്ലാസിഫിക്കേഷനും ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പും ഓൺ ദി ബേസിസ് ഓഫ് പീരീഡും ഓൺ ദി ബേസിസ് ഓഫ് സോഴ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് +1 നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പാർട്സ്. നമുക്കറിയാം കഴിഞ്ഞ ഓണപരീക്ഷ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല, പക്ഷേ ഇനി എഴുതാൻ പോകുന്ന ക്രിസ്മസ് എക്സാം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് നമ്മളോടൊപ്പം ഒരുപാട് പഠിക്കണം, എഡ്യൂപോർട്ടിനെ വരെ കൂടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഈസി ആയിട്ട് ഒരു 3,999 rupees ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫർ നമ്മൾ എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. വി എക്സ്റ്റെൻഡ് ടിൽ November 30th വരെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ച് +1 വേണ്ടിയിട്ട് പ്രീ ബൂസ്റ്റർ വെച്ച് ഇത് ക്രിസ്മസ് എക്സാമിന് മാത്രം വേണ്ടിയിട്ടുള്ളതല്ല, അപ് ടു ദ മാർച്ച് നിങ്ങളുടെ ബോർഡ് എക്സാമിന് വരെയുള്ള പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്തൊരു റെക്കോർഡഡ് വീഡിയോസ് വിത്ത് സൂം ലൈവ്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും. മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും കേട്ടോ. ഓക്കെ, സി യു ഗൈസ്. എല്ലാ എക്സാമും ഈസി ആവട്ടെ, എളുപ്പമാവട്ടെ. നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വരും എന്നുള്ള ഉറപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്. സൈനിങ് ഓഫ്, ബൈ.